RSS ഒരേ സമയം വിസ്മയിപ്പിക്കുകയും അമ്പരപ്പിക്കുകയും ചെയ്യുന്ന പ്രസ്ഥാനം. രാഷ്ട്രീയ സ്വയം സേവക് സംഘ് എന്ന RSS ഒരു വിജയഗാഥയാണ്. അടരുകൾക്കുള്ളിൽ അടരുകളായി ഇന്ത്യൻ ഭൂതലത്തിൽ മാത്രമല്ല ഇന്ത്യൻ ജനതയുള്ള സമസ്ത ഇടങ്ങളിലും വേരുകൾ പടർത്തിയുള്ള സംഘത്തിന് സമാനമായി മറ്റൊരു സംഘടന എവിടെയെങ്കിലും ഉണ്ടോ എന്ന് സംശയമാണ്. സംഘത്തെക്കാൾ പ്രായമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും സംഘത്തിന്റെ പ്രായമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇക്കണ്ട കാലത്തിനിടയിൽ എത്രയോ വട്ടം പിളർന്നു. BJP അടക്കം സംഘത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട പ്രസ്ഥാനങ്ങൾ നിരവധിയാണ്. അവയ്ക്കൊക്കെ താങ്ങും തണലുമായി RSS ഇപ്പോഴും ഒറ്റക്കാതിലുള്ള മഹാവൃക്ഷം പോലെ നീണ്ടു നിവർന്നു നിൽക്കുന്നു, ഒരു പിളർപ്പിന് പോലും അവസരം നൽകാതെ. BJPയിലും കോൺഗ്രസിലും CPM-യിലും ഒക്കെ എത്ര അംഗങ്ങളുണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ RSSൽ എത്ര അംഗങ്ങളുണ്ടെന്ന് ഒരു വിവരവുമില്ല. കാരണം RSSൽ അംഗത്വവുമില്ല, സംഘമാർക്കും അംഗത്വം കൊടുക്കുന്നുമില്ല. 80,000-ഓളം RSS ശാഖകൾ ഇന്ത്യയിലുടനീളമുണ്ട്. പക്ഷേ ഈ ശാഖകളിൽ എത്ര പേർ അംഗങ്ങളാണെന്ന് യാതൊരു രേഖകളുമില്ല. അതുകൊണ്ടാണ് 1948 ഫെബ്രുവരി 27 അന്നത്തെ പ്രധാനമന്ത്രി നെഹ്റുവിനെതിരെ കത്തിൽ അന്നത്തെ ആഭ്യന്തരമന്ത്രി സർദാർ പട്ടേൽ ഇങ്ങനെ എഴുതിയത്: RSSനെ പോലെ ഒരു സംഘടനയിൽ ഒരു വ്യക്തി സജീവമാണോ അല്ലയോ എന്നതിനെക്കുറിച്ച് ആധികാരികമായ വിവരം ശേഖരിക്കുക അത്യധികം പ്രയാസമാണ്. RSS ഒരേ സമയം രാഷ്ട്രീയ വിദ്യാർത്ഥികളെ വിസ്മയിപ്പിക്കുകയും അമ്പരപ്പിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ്. 1920കളിൽ നാഗ്പൂരിൽ വിശ്വൻറാവു കേൽക്കറുടെ വീട്ടിൽ ബാബാറാവു സവർക്കറുടെ അധ്യക്ഷതയിൽ ചേർന്നിരുന്ന ഹിന്ദു യുവാക്കളുടെ യോഗങ്ങളുടെ തുടർച്ചയായാണ് RSS രൂപമെടുക്കുന്നത്. ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗവാർ ആവട്ടെ പുതിയ സംഘടനയുടെ നേതാവെന്ന് അഭിപ്രായപ്പെട്ടത് ബാബാറാവു സവർക്കറാണെന്ന് അദ്ദേഹത്തിന്റെ ജീവചരിത്രകാരൻ DN ഗോഖലെ എഴുതുന്നുണ്ട്. ഹിന്ദു മഹാസഭാ നേതാവും ഹിന്ദുത്വ ഹു ഈസ് എ ഹിന്ദു എന്ന പുസ്തകത്തിന്റെ രചയിതാവുമായ VD സവർക്കറുടെ മൂത്ത സഹോദരനാണ് ബാബാറാവു സവർക്കർ. ബാബാറാവു രചിച്ച രാഷ്ട്രമീമാംസ എന്ന പുസ്തകം ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റിക്കൊണ്ടാണ് MS ഗോൾവാൾക്കർ എന്ന രണ്ടാം സർസംഘചാലക് RSSലേക്ക് എത്തുന്നത്. വളരെ ചെറിയ തുടക്കമായിരുന്നു RSSന്റേത്. 1925 മുതൽ 1940 വരെ ഹെഡ്ഗവാർ ആയിരുന്നു സംഘത്തിന്റെ തലപ്പത്ത്. തനിക്ക് ശേഷം സംഘത്തെ നയിക്കുവാൻ ഹെഡ്ഗവാർ ആദ്യം മനസ്സിൽ കണ്ടിരുന്നത് ഗോപാൽ മുകുന്ദ് ഹദ്ദറിനെ ആയിരുന്നുവെന്നതിന് സൂചനകളുണ്ട്. RSSന്റെ ആദ്യ സർക്കാര്യവാഹക് അഥവാ ജനറൽ സെക്രട്ടറിയായി ഹെഡ്ഗവാർ നിയോഗിച്ചത് ഗോപാലിനെ ആയിരുന്നു. സംഘാടനത്തിലും പ്രസംഗത്തിലും ഗോപാലിന് അസാമാന്യ മികവുണ്ടായിരുന്നുവെന്ന് ഹെഡ്ഗവാർ പറഞ്ഞിട്ടുണ്ട്. 1936 ജേർണലിസം പഠിക്കുന്നതിനായി ഗോപാൽ ലണ്ടനിലേക്ക് പോയി. അവിടെ വെച്ച് ഗോപാലിന് സാമ്രാജ്യത്വ ഫാസിസ്റ്റ് വിരുദ്ധ സംഘടനകളുമായി സമ്പർക്കമുണ്ടായി. സ്പെയിനിൽ സ്വേച്ഛാധിപതിയായി ജനാധിപത്യം അടിച്ചമർത്തിയ ജനറൽ ഫ്രാൻസിസ്കോ ഫ്രാങ്കോയ്ക്കെതിരെയുള്ള പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുവാനായി പോയ ഗോപാൽ അവിടെ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടു. പിന്നീട് ബ്രിട്ടീഷ് സർക്കാരുമായി സ്പാനിഷ് ഭരണകൂടം ഒപ്പിട്ട ഉടമ്പടിയുടെ പുറത്താണ് ഗോപാൽ ജയിൽ മോചിതനായത്. ഇതേ തുടർന്ന് 1938 കമ്മ്യൂണിസ്റ്റുകൾക്ക് നിർണായക സ്വാധീനമുണ്ടായിരുന്ന ഇന്ത്യൻ സ്വരാജ് ലീഗ് ഗോപാലിന് ലണ്ടനിൽ വെച്ച് വലിയൊരു സ്വീകരണം നൽകുകയുണ്ടായി. അതേ വർഷം ഡിസംബറിൽ ഗോപാൽ ഇന്ത്യയിൽ തിരിച്ചെത്തിയെങ്കിലും RSSന്റെ വഴിയിൽ നിന്ന് അദ്ദേഹം ഒട്ടേറെ മാറി സഞ്ചരിച്ചു കഴിഞ്ഞിരുന്നു. അടുത്ത കൊല്ലം ഗോപാൽ ഹെഡ്ഗവാറിനെ നാസിക്കിൽ വെച്ച് കാണുന്നുണ്ട്. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ദൂതനായിട്ടായിരുന്നു ഗോപാലിന്റെ ആ സന്ദർശനം. ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ അണിചേരുവാൻ RSSന് താല്പര്യമുണ്ടോ എന്നറിയുവാനാണ് നേതാജി ഗോപാലിനെ ഹെഡ്ഗവാറിന്റെ അടുത്തേക്ക് അയച്ചത്. ഹെഡ്ഗവാറുമായി ഒരു കൂടിക്കാഴ്ചയും നേതാജിയുടെ മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ ഹെഡ്ഗവാർ അതിന് തയ്യാറായില്ല. ശരീരസുഖമില്ലെന്നും അതുകൊണ്ടിപ്പോൾ ആരെയും സ്വീകരിക്കുവാൻ പറ്റുന്ന അവസ്ഥയിലല്ല താനെന്നുമാണ് ഹെഡ്ഗവാർ ഗോപാലിനോട് അന്ന് പറഞ്ഞത്. RSS ഒരു രാഷ്ട്രീയ സംഘടനയല്ലെന്നും സാംസ്കാരിക സാമൂഹിക സംഘടനയാണെന്നുമുള്ള നിലപാട് സംഘം നേതൃത്വത്തിന് തുടക്കം മുതലേ ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് ഭരണകൂടത്തോട് ഏറ്റുമുട്ടുന്നത് സംഘടനയുടെ നിരോധനത്തിൽ കലാശിച്ചേക്കുമെന്ന ഒരു ഭയവും ഈ നിലപാടിന് പിന്നിലുണ്ടായിരുന്നുവെന്ന് ഗോൾവക്കറുടെ ജീവചരിത്രത്തിൽ ധീരേന്ദ്ര കെ ജ എഴുതുന്നുണ്ട്. ഗോപാൽ RSSൽ നിന്ന് അകന്നതോടെയാണ് ഹെഡ്ഗവാർ ഗോൾവാക്കറെ സർക്കാര്യവാഹകായി നിയമിക്കുന്നത്. 1940 ഹെഡ്ഗവാറിന്റെ മരണത്തെ തുടർന്ന് ഗോൾവാൾക്കർ സംഘത്തിന്റെ സർസംഘചാലകായി ഗുരുജി എന്ന വിളിപ്പേരിൽ നീണ്ട 33 വർഷം സംഘത്തെ നയിക്കുകയും ചെയ്തു.
സംഘത്തിന്റെ ചരിത്രത്തിൽ ഹെഡ്ഗവാറിനും ഗോൾവാൾക്കറിനുമുള്ള സ്ഥാനം അദ്വിതീയമാണ്. രാഷ്ട്രീയ അധികാരമായിരുന്നില്ല സംഘത്തിന്റെ ആദ്യ ലക്ഷ്യമെന്നും സമൂഹത്തിന്റെ മനസ്സും ഭാവനയും പിടിച്ചെടുക്കുവാനുള്ള ദീർഘകാല പദ്ധതിയാണ് സംഘത്തിനുണ്ടായിരുന്നതെന്നും ഫ്രഞ്ച് പൊളിറ്റിക്കൽ സയന്റിസ്റ്റ് ക്രിസ്റ്റഫ ജെഫ്രല്ലോ RSSനെ കുറിച്ചുള്ള പഠനത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അധികാരവും പ്രശസ്തിയും കാംക്ഷിക്കാതെ സംഘം പ്രവർത്തകർ പതിറ്റാണ്ടുകൾ നടത്തിയ പ്രവർത്തനത്തിന്റെ ഫലങ്ങളാണ് ഇന്നിപ്പോൾ സംഘപരിവാർ ആസ്വദിക്കുന്നതെന്ന രാഷ്ട്രീയ സാമ്പത്തിക ചിന്തകൻ പറക്കാല പ്രഭാകരന്റെ നിരീക്ഷണവും ഈ ഘട്ടത്തിൽ നമുക്ക് ഓർക്കാവുന്നതാണ്. സ്വാതന്ത്ര്യ സമരകാലത്ത് സംഘം ഗാന്ധിജിക്കും കോൺഗ്രസിനും എതിരായിരുന്നു. ഗാന്ധിജിയുടെയും നെഹ്റുവിന്റെയും ആശയ ലോകങ്ങളോട് സംഘത്തിന് ഒരു തരത്തിലും പൊരുത്തപ്പെടാൻ ആവുമായിരുന്നില്ല. സ്വാതന്ത്ര്യാനന്തമുണ്ടായ വർഗീയ ലഹളകൾ ഇല്ലാതാക്കുന്നതിന് ഗാന്ധിജിയും നെഹ്റുവും പട്ടേലും സ്വീകരിച്ച നടപടികളോടും സംഘത്തിന് യാതൊരു യോജിപ്പും ഉണ്ടായിരുന്നില്ലെന്ന് ധീരേന്ദ്ര ഝാ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 1947 ഡിസംബറിൽ ഡൽഹിയിലെ റോഹ്തക് റോഡിനരികിലായി സംഘടിപ്പിച്ച RSS ക്യാമ്പിൽ ഗോൾവാൾക്കർ നടത്തിയ പ്രസംഗം ഡൽഹി ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ റിപ്പോർട്ട് ചെയ്തത് ധീരേന്ദ്ര ഝാ തന്റെ പുസ്തകത്തിൽ എടുത്തു ചേർത്തിട്ടുണ്ട്. ശിവജിയുടെ മാതൃകയിൽ ഗൊറില്ല യുദ്ധത്തിനാണ് നമ്മൾ തയ്യാറെടുക്കേണ്ടത്. മഹാത്മാഗാന്ധിക്ക് മുസ്ലിങ്ങൾ ഇന്ത്യയിൽ തുടരണമെന്നുണ്ട്. കോൺഗ്രസിന് തെരഞ്ഞെടുപ്പിൽ ജയിക്കുവാൻ അത് അത്യാവശ്യമാണ്. പക്ഷേ അപ്പോഴേക്കും എല്ലാ മുസ്ലിങ്ങളും ഇന്ത്യ വിട്ടുപോയിട്ടുണ്ടാവും. അവരിവിടെ തുടരുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദി സർക്കാരായിരിക്കും. ഹിന്ദു സമുദായം അതിന് ഉത്തരവാദിയായിരിക്കില്ല. മഹാത്മാഗാന്ധിക്ക് അവരെ ഇനിയും തെറ്റിദ്ധരിപ്പിക്കാനാവില്ല. ഇത്തരം ആളുകളെ നിശബ്ദരാക്കുവാൻ നമുക്കറിയാം. പക്ഷേ ഹിന്ദുക്കളായവരോട് ശത്രുത കാണിക്കുന്നത് നമ്മുടെ പാരമ്പര്യത്തിലില്ല. പക്ഷേ നിർബന്ധിതരായാൽ ആ മാർഗവും നമുക്ക് സ്വീകരിക്കേണ്ടി വരും. 1947 ഡിസംബർ 12 മഹാത്മാഗാന്ധി ഗോൾവാൾക്കറെ കാണുന്നുണ്ട്. ഡൽഹിയിലെ ബിർള ഹൗസിൽ ഗാന്ധിജിയെ കാണുവാൻ ആദ്യം ഗോൾവാൾക്കർ എത്തിയത് ശ്യാമപ്രസാദ് മുഖർജിക്കൊപ്പമാണ്. എന്തുകൊണ്ടോ അന്നേരം ആ കൂടിക്കാഴ്ച നടന്നില്ലെന്ന് സർദാർ പട്ടേലിന്റെ മകൾ മണിബെൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് തനിയെയാണ് ഗോൾവാൾക്കർ ഗാന്ധിജിയെ കണ്ടത്. RSSന്റെ കൈകളിൽ രക്തം പുരണ്ടിട്ടുണ്ടെന്ന് ആ കൂടിക്കാഴ്ചയിൽ ഗോൾവാൾക്കറുടെ മുഖത്ത് നോക്കി ഗാന്ധിജി പറഞ്ഞതായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മഹാത്മാഗാന്ധിയുടെ സമ്പൂർണ്ണ കൃതിയിൽ പരാമർശമുണ്ട്. ഗോൾവാൾക്കർ ഗാന്ധിജിയുടെ ആരോപണം നിഷേധിച്ചു. ഹിന്ദുസ്ഥാൻ സംരക്ഷിക്കുക മാത്രമാണ് RSSന്റെ ലക്ഷ്യമെന്നും RSS ആരുടെയും ശത്രുവല്ലെന്നും ഗോൾവാൾക്കർ ഗാന്ധിജിയോട് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മുസ്ലിങ്ങളുടെ നേർക്കുള്ള അതിക്രമങ്ങളെ അപലപിച്ചുകൊണ്ട് പരസ്യ പ്രസ്താവന ഗോൾവാൾക്കർ നടത്തണമെന്ന് ഗാന്ധിജിയും ആവശ്യപ്പെട്ടു. എന്നാൽ എല്ലാവർക്കും വേണ്ടി ഗാന്ധിജി തന്നെ അത് ചെയ്താൽ മതിയെന്നായിരുന്നു ഗോൾവാൾക്കറുടെ പ്രതികരണം. 4 ദിവസങ്ങൾക്ക് ശേഷം ഗാന്ധിജി RSS പ്രവർത്തകരെ അഭിസംബോധന ചെയ്തപ്പോൾ ഗോൾവാൾക്കർ അവിടെ ഉണ്ടായിരുന്നില്ല. ഗാന്ധിജി തന്നെയും RSSനെയും വിമർശിച്ചാലോ എന്ന ചിന്തയിലായിരുന്നു ഗോൾവാൾക്കർ മാറി നിന്നത് എന്ന നിരീക്ഷണമുണ്ട്. ഗോൾവാൾക്കർ മുന്നോട്ട് വെച്ച ഹിന്ദു രാഷ്ട്ര സങ്കല്പത്തിനെതിരെ യോഗത്തിൽ ഗാന്ധിജി തന്റെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. നെഹ്റുവിനും ഗോൾവാൾക്കറോടും സംഘത്തോടും ഒട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല. 1947 ഒക്ടോബറിൽ നടന്ന കൂടിക്കാഴ്ചയിൽ RSSനോടുള്ള നീരസം നെഹ്റു ഗോൾവാൾക്കറോട് നേരിട്ട് വ്യക്തമാക്കുന്നുണ്ട്. RSSന്റെ നയങ്ങളും ലക്ഷ്യങ്ങളും വിശദീകരിച്ച ശേഷം ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിപ്പിക്കുവാൻ ഇത്തരമൊരു സംഘടന ആവശ്യമാണെന്ന് ഗോൾവാൾക്കർ പറഞ്ഞപ്പോൾ നെഹ്റുവിന്റെ മറുപടി ഇതായിരുന്നു: ഇത്തരമൊരു സംഘടന ഒരിക്കലും തിന്മയുടെ വഴിയെ പോകരുത്. അതേ വർഷം നവംബർ 12 കശ്മീർ മഹാരാജാവ് ഹരിസിംഗിന്റെ സഭയിൽ കേന്ദ്ര സർക്കാർ പ്രതിനിധിയായിരുന്ന ദിലീപ് സിംഗിനുള്ള കത്തിൽ നെഹ്റു ഇപ്രകാരം എഴുതി: RSS ഫാസിസ്റ്റ് സ്വഭാവമുള്ള അപകടകരമായ സംഘടനയാണ്. അതിനെതിരെ നിലയുറപ്പിക്കണമെന്നതിൽ എനിക്കൊരു സംശയവുമില്ല. സുസംഘടിതമായ പ്രസ്ഥാനമാണത്. പക്ഷേ അവരുടെ ചിന്താഗതി വളരെ ഇടുങ്ങിയതാണ്. RSS നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി ഗാന്ധിവധമായിരുന്നു. നേരത്തെ RSSുമായി ബന്ധമുണ്ടായിരുന്ന നാഥുറാം വിനായക് ഗോഡ്സെയാണ് ഗാന്ധിജിയെ വധിച്ചതെന്ന യാഥാർത്ഥ്യം സംഘത്തിന് ഏൽപ്പിച്ച ആഘാതം അത്യധികം കടുത്തതായിരുന്നു. സംഘത്തോട് നെഹ്റുവിന്റെ അത്രയും എതിർപ്പില്ലാതിരുന്ന സർദാർ പട്ടേലിന്റെ സാരഥ്യത്തിലുള്ള ആഭ്യന്തര മന്ത്രാലയത്തിന് സംഘത്തെ നിരോധിക്കേണ്ടി വന്നു. ഗാന്ധിവധത്തിൽ സംഘത്തിന് ഒരു പങ്കുമില്ലെന്ന് ഗോൾവാൾക്കറും കൂട്ടരും നിരന്തരം വാദിച്ചെങ്കിലും വലിയ ജനരോക്ഷമാണ് സംഘത്തിന് ആ കാലയളവിൽ നേരിടേണ്ടി വന്നത്. ഗാന്ധിജി വധിക്കപ്പെടുമ്പോൾ ഗോൾവാൾക്കർ മദ്രാസിലായിരുന്നു. തന്റെ എല്ലാ പരിപാടികളും ഉടനെ തന്നെ റദ്ദാക്കിയ ശേഷം ഗോൾവാൾക്കർ നെഹ്റുവിനും പട്ടേലിനും അനുശോചന സന്ദേശങ്ങൾ അയച്ചു. മഹാത്മാവിന്റെ ദാരുണ കൊലപാതകം നടുക്കമുളവാക്കുന്നതാണ്. ഈ വിഷമഘട്ടത്തിൽ അഗണ്യമായ നഷ്ടമാണ് രാഷ്ട്രത്തിനുണ്ടായിരിക്കുന്നത്. താരതമ്യങ്ങളില്ലാത്ത സംഘാടക പ്രതിഭയുടെ വേർപാടുണ്ടാക്കുന്ന ശൂന്യത മറികടക്കുവാൻ സർവേശ്വരൻ നിങ്ങൾക്ക് കരുത്തു നൽകട്ടെ.
മഹാത്മജിയോടുള്ള ആദരസൂചകമായി എല്ലാ ശാഖകളിലും 13 ദിവസത്തെ ദുഃഖാചരണം നടത്തണമെന്ന് സ്വയം സേവകർക്ക് ഗോൾവാൾക്കർ അന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തു. ഗാന്ധിവധത്തെ തുടർന്ന് RSSന്റെയും ഹിന്ദു മഹാസഭയുടെയും കേന്ദ്രങ്ങൾക്ക് നേരെ ജനങ്ങളുടെ കടുത്ത ആക്രമണമുണ്ടായി. ബൊംബെയിൽ സർവർക്കറുടെ വീട് ആക്രമിക്കപ്പെട്ടു. പൂനെയിൽ നിരവധി ബ്രാഹ്മണ വീടുകൾ ജനരോക്ഷത്തിനിരയായി. നാഗ്പൂരിൽ RSS ആസ്ഥാനം വളയുവാൻ വൻ ജനക്കൂട്ടം എത്തുകയാണെന്ന് റിപ്പോർട്ട് വന്നപ്പോൾ അന്ന് നാഗ്പൂർ ഉൾപ്പെടുന്ന സെൻട്രൽ പ്രൊവിൻസിന്റെ ആഭ്യന്തരമന്ത്രി DP മിശ്ര പോലീസ് IGയെ വിളിച്ചു. ഗോൾവാക്കറെയും കൂട്ടരെയും അറസ്റ്റ് ചെയ്താൽ ജനങ്ങൾ ശാന്തരാകുമോ എന്നതായിരുന്നു മിശ്ര അന്ന് IGയോട് ചോദിച്ചത്. ഗോൾവാക്കറെയും മറ്റു 40 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുമ്പോഴേക്കും RSS ആസ്ഥാനത്തേക്ക് 10,000-ഓളം വരുന്ന ജനക്കൂട്ടം എത്തിയെന്ന് IB റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. 1948 ഫെബ്രുവരി 4-ന് കേന്ദ്ര സർക്കാർ RSSനെ നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചു. പിന്നീട് അങ്ങോട്ട് RSSന്റെ നിലപാട് കടുത്ത പ്രതിസന്ധിയിലായിരുന്നു. 1975-ൽ അടിയന്തരാവസ്ഥയിലും 1992-ൽ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോഴും കേന്ദ്ര സർക്കാർ RSSനെ നിരോധിച്ചിരുന്നു. അടിയന്തരാവസ്ഥയിൽ ഇന്ദിരാഗാന്ധിക്കെതിരായ പ്രക്ഷോഭത്തിൽ RSSനെയും ജനസംഘത്തെയും അണിചേർക്കുവാനുള്ള ജയപ്രകാശ് നാരായണന്റെ തീരുമാനമാണ് ഈ പ്രതിസന്ധിയിൽ നിന്ന് സംഘത്തെ ശരിക്കും രക്ഷപ്പെടുത്തിയത്. ഗാന്ധിവധത്തിന്റെ നിഴലിലായിരുന്ന RSSന് അതോടെ പുതിയൊരു ജനസമ്മതി പകർന്നു കിട്ടി. CPMന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷവും JP മൂവ്മെന്റിൽ കൈകോർത്തതും RSSന് ഗുണകരമായി. അന്ന് പാർട്ടി ജനറൽ സെക്രട്ടറിയായിരുന്ന P. സുന്ദരയ്യയുടെ കടുത്ത എതിർപ്പിനെ അവഗണിച്ചാണ് CPM ഈ തീരുമാനമെടുത്തത് എന്നോർക്കണം. ഇതിൽ പ്രതിഷേധിച്ച് സുന്ദരയ്യ പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുകയും ചെയ്തിരുന്നു. 1973-ൽ ഗോൾവാൾക്കറുടെ മരണത്തെ തുടർന്ന് ബാലെ സാഹേബ് ദേവറസ് RSS സർസംഘചാലക് ആയി ചുമതലയേറ്റു. അടിയന്തരാവസ്ഥയിൽ സംഘം വീണ്ടും നിരോധിക്കപ്പെട്ടപ്പോൾ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ദേവറസ് ഇന്ദിരാഗാന്ധിക്ക് എഴുതിയ കത്തുകൾ സംഘത്തെ ഇപ്പോഴും പിന്തുടരുന്നുണ്ട്. ഇന്ദിരയുടെ പ്രസംഗങ്ങൾ പുകഴ്ത്തിയും JP മൂവ്മെന്റിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടുമുള്ള ഈ കത്തുകൾ RSSന്റെ ഇരട്ടമുഖമാണ് വ്യക്തമാക്കുന്നതെന്ന വ്യാപകമായ വിമർശനമാണ് ഉയർന്നത്. അഖിലേന്ത്യാ വ്യാപകമായി RSS പ്രവർത്തകർ ജയിലിൽ അടയ്ക്കപ്പെടുന്നതിനിടെയാണ് ഈ കത്തുകൾ എഴുതപ്പെട്ടതെന്നും നാം ഓർക്കണം. RSSുമായുള്ള ബന്ധം ഉപേക്ഷിക്കാമെന്ന് ജനസംഘം നേതാക്കൾ JPക്ക് ഉറപ്പ് നൽകിയിരുന്നു. ഈ വാക്ക് പാലിക്കപ്പെടാതിരുന്നത് JPയെ വേദനിപ്പിച്ചിരുന്നതായി അടിയന്തരാവസ്ഥയിൽ JPയെ തടവിൽ പാർപ്പിച്ച ചണ്ഡീഗഡ് ജയിലിന്റെ ചുമതലയുണ്ടായിരുന്ന IAS ഓഫീസർ MG ദേവസഹായം എഴുതിയിട്ടുണ്ട്. RSS ബന്ധം ഉപേക്ഷിക്കാനാവില്ലെന്ന ജനസംഘത്തിന്റെ നിലപാടാണ് ഒടുവിൽ ജനതാ പാർട്ടിയുടെ തകർച്ചയ്ക്കും BJPയുടെ പുറവയ്ക്കും വഴിയൊരുക്കിയത്. 1990-കളിൽ വാജ്പേയിയും അദ്വാനിയും നയിച്ച BJP കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയത് RSSന് പുതുയുഗപ്പിറവിയായി. RSSന്റെ ശാഖകളിൽ പയറ്റിത്തെളിഞ്ഞവർ ഇതാദ്യമായി ഇന്ത്യയുടെ ഏറ്റവും സുപ്രധാന അധികാരപീഠങ്ങളിൽ പ്രധാനമന്ത്രിയായും ആഭ്യന്തരമന്ത്രിയായും ഇരിപ്പുറപ്പിച്ചു. DMKയും AIADMKയും ജനതാദളും തൃണമൂൽ കോൺഗ്രസും TDPയും ഒക്കെ BJP ഭരണത്തിൽ പങ്കാളികളായപ്പോൾ സംഘപരിവാറിന് അഖിലേന്ത്യാ തലത്തിൽ കുറെ കൂടി വിശാലമായ ജനസമിതി കൈവന്നു. RSS തലവൻ KS സുദർശനും പ്രധാനമന്ത്രി വാജ്പേയിക്കുമിടയിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്നുവെങ്കിലും അതൊന്നും തന്നെ സംഘത്തിന്റെ മുന്നേറ്റത്തെ അന്ന് ബാധിച്ചില്ല. ഗുജറാത്ത് കലാപത്തിന് തൊട്ടു പിന്നാലെ APJ അബ്ദുൽ കലാമിനെ രാഷ്ട്രപതിയാക്കുവാൻ കഴിഞ്ഞത് സംഘപരിവാറിന്റെ മറ്റു വലിയൊരു വിജയമായിരുന്നു. BJPക്ക് തനിച്ച് ഭൂരിപക്ഷം കിട്ടിയ 2014-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് RSSനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ വഴിത്തിരിവായത്. നരേന്ദ്രമോദിയെ അധികാരത്തിലേറ്റുന്നതിൽ RSS വഹിച്ച പങ്ക് നിസ്തുലമാണ്. RSS പ്രചാരകനായി 15 വർഷം തുടർന്ന ശേഷം മാത്രമാണ് മോദി BJPയുടെ സംഘാടക ജനറൽ സെക്രട്ടറി ആയത്. 2001-ൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയാക്കുവാനും RSS ഇടപെട്ടിരുന്നു. 2014-ൽ LK അദ്വാനിക്ക് പകരം മോദിയാവട്ടെ BJPയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന തീരുമാനത്തിന് പിന്നിലും RSS വഹിച്ച പങ്ക് ആർക്കും നിഷേധിക്കാനാവില്ല. അണ്ണാ ഹസാരെയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ അരങ്ങേറിയ അഴിമതി വിരുദ്ധ പ്രസ്ഥാനമാണ് മോദിയുടെ ഇന്ദ്രപ്രസ്ഥത്തിലേക്കുള്ള വരവിന് ഗതിവേഗം നൽകിയത്. അണ്ണാ ഹസാരയ്ക്കും കൂട്ടർക്കും RSS നൽകിയ പിന്തുണ നിർണായകമായിരുന്നുവെന്ന് പിന്നീട് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ലക്ഷ്യസാധ്യത്തിനായി RSS അവലംബിക്കുന്ന പദ്ധതികൾ എത്രമാത്രം വൈവിധ്യമാകും എന്നതിന്റെ മറ്റൊരു പ്രത്യക്ഷ ഉദാഹരണമായിരുന്നു അണ്ണാ ഹസാരെ മൂവ്മെന്റ്. ഒരു ശതകം പിന്നിടുമ്പോൾ RSS എത്തി നിൽക്കുന്ന ഔന്നത്യം ഗഡ്ഗവാറോ ഗോൾവൽക്കറോ സ്വപ്നത്തിൽ പോലും കണ്ടിരിക്കാനിടയില്ല. നരേന്ദ്രമോദിയെ ഗോൾവാൾക്കർ കണ്ടിട്ടുണ്ടായിരുന്നുവെങ്കിലും സംഘത്തിന് മോദി ഭരണകൂടം സമ്മാനിക്കുവാനിരിക്കുന്ന നേട്ടങ്ങൾ ഗോൾവാൾക്കറുടെ വിചാരധാരകൾക്കും തീർച്ചയായും അപ്പുറമായിരിക്കണം. ഇന്ത്യൻ ഭരണകൂടത്തിൽ മാത്രമല്ല, ഇന്ത്യൻ ജനതയെ നാനാവിധത്തിൽ നിയന്ത്രിക്കുന്ന സവിശേഷ സ്ഥാപനങ്ങളിലൊക്കെയും ഇന്നിപ്പോൾ RSS നിർണായകമായ ശക്തിയാണ്.
ഒരു ഘട്ടത്തിൽ ഇടതുപക്ഷ ബുദ്ധിജീവികൾ നിയന്ത്രിച്ചിരുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലകളും ചരിത്രമെഴുത്ത് കേന്ദ്രങ്ങളും ഇപ്പോൾ RSSന്റെ പൂർണ്ണമായ പിടിയിലാണ്, നിയന്ത്രണത്തിലാണ്. ജനതയുടെയും സമൂഹത്തിന്റെയും മനസ്സാണ് RSSന്റെ ലക്ഷ്യമെന്ന ജഫ്രലയുടെ നിരീക്ഷണം അച്ചട്ടായിരിക്കുന്നു. വ്യക്തിയേക്കാൾ വലുതാണ് പ്രസ്ഥാനമെന്നും പ്രസ്ഥാനത്തെക്കാൾ വലുതാണ് രാഷ്ട്രമെന്നുമുള്ള സങ്കല്പമാണ് RSSനെ നയിക്കുന്നത്. ഈ ആശയത്തിനെതിരല്ലേ നരേന്ദ്രമോദി മുന്നോട്ട് വെക്കുന്ന വ്യക്തിഗത സമീപനം എന്ന ചോദ്യം സംഘം നേരിടുന്നുണ്ട്. നരേന്ദ്രമോദി BJPയെയും സംഘത്തെയും മറികടന്ന് വളർന്നു എന്ന കാഴ്ചപ്പാട് സംഘത്തിന്റെ ആശയധാരകളോട് യോജിക്കുന്നതല്ല. വിനയമായിരിക്കണം സ്വയം സേവകരുടെ മുഖമുദ്ര എന്ന് സർസംഘ് ചാലക് മോഹൻ ഭാഗവത് പറയുന്നത് ഈ സംഘത്തിന്റെ നിഴലുകളിൽ നിന്നുകൊണ്ടായിരിക്കാം. ഒരു വ്യക്തിയെ പൂർണ്ണമായും ആശ്രയിക്കുന്നത് അബദ്ധമാവും എന്ന് തിരിച്ചറിയുമ്പോഴും മോദി ഭരണകൂടം പകർന്നു നൽകിയ നേട്ടങ്ങൾ സംഘത്തിനെ നയിക്കുന്നവർക്ക് കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം, ഭരണഘടനയുടെ 370-ാം വകുപ്പിനെ നിർവീര്യമാക്കൽ, ദേശീയ പൗരത്വ ഭേദഗതി നിയമം എന്നിവയുടെ നിറവേറലിന് സംഘം എന്നേക്കും മോദി ഭരണകൂടത്തോട് കടപ്പെട്ടിരിക്കുന്നു. മുസ്ലിം സമുദായത്തിന് ഒരു പ്രതിനിധി പോലും പാർലമെന്റിൽ BJPയിൽ ഇല്ലെന്നും കേന്ദ്ര മന്ത്രിസഭയിലും സ്ഥിതി സമാനമാണെന്നും സംഘം കാണുന്നുണ്ട്. കഴിഞ്ഞുപോയ 100 വർഷങ്ങൾക്കിടയിൽ സംഘം നേരിടേണ്ടി വന്ന വെല്ലുവിളികൾ നിരവധിയാണ്. 2017 ജനാർദ്ദൻ മൂൺ എന്ന നാഗ്പൂർ സ്വദേശി ഉയർത്തിയ വെല്ലുവിളി സംഘത്തെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായിരുന്നുവെന്ന് അമൃത് സിംഗ് ഈ വർഷം ജൂലൈയിൽ കാരവാനിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. RSS ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന ശീർഷകത്തിലുള്ള റിപ്പോർട്ടാണിത്. രാഷ്ട്രീയ സ്വയം സേവക് സംഘ് എന്ന പേരിൽ ഒരു സംഘടന രജിസ്റ്റർ ചെയ്യുവാൻ അപേക്ഷ നൽകുകയാണ് ജനാർദ്ദൻ മൂൺ അന്ന് ചെയ്തത്. ഹെഡ്ഗവാർ സ്ഥാപിച്ച RSS ഒരു രജിസ്റ്റേർഡ് സംഘടനയല്ല എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു തന്റെ നീക്കമെന്ന് മൂൺ പറയുന്നു. അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫ് സൊസൈറ്റീസ് ഈ അപേക്ഷ തള്ളിക്കളഞ്ഞു. നേരത്തെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സംഘടനയുമായി ഈ പേരിന് സാമ്യമുണ്ടെന്ന കാരണമാണ് അസിസ്റ്റന്റ് രജിസ്ട്രാർ നൽകിയത്. ഇതിനെതിരെ ഹൈക്കോടതിയിൽ പോയെങ്കിലും മൂണിന്റെ കേസ് തള്ളപ്പെട്ടു. മോഹൻ ഭാഗവതിന്റെ നേതൃത്വത്തിലുള്ള RSS മഹാരാഷ്ട്രയിലെ ചന്ദ്രപൂരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് എതിർവാദമുണ്ടായി. എന്നാൽ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയപ്പോൾ ചന്ദ്രാപൂരിലെ പബ്ലിക് ട്രസ്റ്റ് ഓഫീസ് ഇക്കാര്യം തള്ളിക്കളഞ്ഞെന്ന് അമൃത് സിംഗ് തന്നെ എഴുതുന്നു. കടങ്കഥയിൽ പൊതിഞ്ഞ പ്രഹേളികയാണ് RSS എന്ന നിരീക്ഷണം ഉടലെടുക്കുന്നത് ഈ പരിസരത്തിലാണ്. 100 വർഷം തികയുന്ന വേളയിൽ കേന്ദ്രം ഭരിക്കുന്നത് കേവല ഭൂരിപക്ഷമില്ലാത്ത BJPയാണെന്ന് സംഘത്തിന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ഏക സിവിൽ നിയമം, അഖണ്ഡ ഭാരതം എന്നീ ലക്ഷ്യങ്ങൾ കൂടുതൽ സമയം ആവശ്യപ്പെടുന്നുണ്ടെന്ന് സംഘം വ്യക്തമാക്കുന്നു. വിശ്രമം എന്നത് സംഘത്തിന്റെ നിഘണ്ടുവിലില്ല. കണ്ണാടി പ്രതിഷ്ഠ നടത്തിക്കൊണ്ട് ആത്മപരിശോധനയുടെ വഴി തിരഞ്ഞെടുക്കപ്പെടണമെന്ന് ആവശ്യപ്പെട്ട നാരായണ ഗുരുവിനെ സംഘം ഈ ഘട്ടത്തിൽ ഓർക്കുന്നുണ്ടോ എന്നെനിക്കറിയില്ല. എന്നാൽ പെരുതിനും മേൽ പെരുതുകൾ, വലിയതിലും വലുതാവശ്യപ്പെടൂ എന്ന് പറഞ്ഞ തമിഴ് കവി സുബ്രഹ്മണ്യ ഭാരതിയെ സംഘം തീർച്ചയായും ശ്രമിക്കുന്നുണ്ടാവും. പുതിയ നൂറ്റാണ്ടിൽ കൂടുതൽ വലിയ വിജയങ്ങൾക്കായുള്ള സഞ്ചാരത്തിനാണ് സംഘം ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.